ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് കോയമ്പത്തൂർ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇച്ചൂസിന്റെ അച്ഛൻ വരുന്നുണ്ട്. സോ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത്. ഇച്ചൂസിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ എയർപോർട്ടിലേക്കാണ് പോകുന്നത്, അവളുടെ അച്ഛൻ വരേണ്ടതെന്നും. അവളുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയാതെ പോയത്. അവളെങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും നോക്കാം അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പക്ഷെ ഇച്ചൂസ് നല്ല ഉറപ്പായി. ഇച്ചൂസിനെ എങ്ങനെയൊക്കെയോ ഓർക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവളെങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും അറിയില്ല. ഇച്ചൂസിന് ഒരു ഐഡിയ ഇല്ലായിരുന്നു ആരാ വരുന്നത്. ഫൈനലി അവളുടെ അച്ഛനെ കണ്ടു. ആക്ച്വലി ഇതൊന്നും അല്ലാട്ടോ സംഭവിച്ചത്. ഞങ്ങളൊരു ജസ്റ്റ് ഒരു 1 hour ലേറ്റ് ആയി. അതുകൊണ്ട് നല്ല പോലെ പോസ്റ്റായ ആള്. പിന്നെ അവിടെ എത്തി ടീച്ചേഴ്സ് കണ്ടപ്പോൾ ഓടി പോവുക ചെയ്തു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അറൈവലിന്റെ അവിടെ തന്നെ വീഡിയോ വേണമെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ ഒന്നുകൂടി അത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്താ ഇച്ചൂസേ സൂപ്പറായില്ലേ? പത്തനാല് ഫോണിൽ കണ്ടല്ല എത്ര ദിവസം നേരിട്ട് കാണുന്നില്ലേ? ഒന്നും പറയുന്നില്ല. കഴിച്ചു. ഇച്ചൂസിന് ഫുൾ നാണമായിരുന്നു. പിന്നെ കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആളൊന്ന് സെറ്റായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. അവിടെ നിന്ന് ഒരു 5 to 10 minutes ഉള്ളൂ എയർപോർട്ടിൽ നിന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഏതാണ് കറക്റ്റ് വീട് അറിയാത്തതുകൊണ്ടാണ് താഴെ നിന്ന് വിളിച്ചത്. പിന്നെ ഞങ്ങള് വീട്ടിൽ കയറി വാവനെയൊക്കെ എടുത്ത്, വാവനെ ഞാൻ ചെറുതില് കണ്ടതാണ്. 28-29 ദിവസമായപ്പോ. പിന്നെ ഇപ്പോഴാണ് വാവനെ കാണുന്നത്. അവൻ ചെറിയൊരു പിണക്കത്തിലാട്ടോ. എന്നോട് ചോദിക്കാതെ ഇതിനാ വീഡിയോ എടുത്തേന്നും പറഞ്ഞ ആള് ഫുൾ ദേഷ്യത്തിലായിരുന്നു. പിന്നെ കുറച്ചു നേരം ആവണ്ട വന്നു ഒന്ന് സെറ്റായി വരാൻ. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ആ ചേച്ചി ചെയ്ത ആർട്ട് വർക്കാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. എന്താ ശ്രീ പറ, നീ ഒന്നെ നോക്കി പറ. പിന്നെ ഒരു 5 minutes കഴിഞ്ഞപ്പോ ആളൊക്കെ ആയി. രണ്ടും കൂടി കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്നാലും ക്യാമറ ബേസ് ചെയ്യാൻ അവന് നല്ല പോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇച്ചൂസാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ഫസ്റ്റ് തന്നെ ആ സ്റ്റൂളിൽ പോയി ഇടിച്ചു. ഞാൻ വിചാരിച്ചു ആ സ്റ്റൂള് പൊട്ടിയെന്ന്. പിന്നെ പറഞ്ഞു ഇച്ചൂസേ ഇവിടെ വേണ്ട, നമുക്ക് പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഓടിക്കാം, ഇപ്പൊ സ്ത്രീ ഓടിക്കട്ടെ എന്ന് പറഞ്ഞ അവളെ ഞാൻ അവിടെ നിന്ന് ഇറക്കിയിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടി വേറെ എന്തൊക്കെയോ കളിക്കാം. ഇച്ചൂസേ ആര് പൊട്ടിച്ചടാ? ആര് ആരടാ? ഞാനല്ല, ഇച്ചൂസ പൊടിച്ചത്. അവിടെ കയറിയത് ഞാനൊരു വാവിന്റെ ടോയ് എടുത്തായിരുന്നു അവളെ കളിപ്പിക്കാൻ വേണ്ടിട്ട്. അത് എന്റെ കയ്യിൽ നിന്ന് പൊട്ടുകയും ചെയ്തു. മെല്ലെ മെല്ലെ മെല്ലെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ. ഇച്ചൂസ് ഫുൾ ഹാപ്പി ആട്ടോ. രണ്ടുപേരും കൂടി നല്ല പോലെ കളിക്കായിരുന്നു അവിടെ. പിള്ളേരുടെ കളി കഴിഞ്ഞപ്പോ പിന്നെ വലിയവരായി. അത് കഴിഞ്ഞ് പിള്ളേരോട് അടികൂടുവായി.
പാവ ഇതിന്റെ സമയത്ത് കരയാനും തുടങ്ങി. അടുത്തുനിന്നറിയാൻ പാടില്ല എന്ന് പറഞ്ഞ ആള് നല്ല ദൂരത്തു നിന്നാണ് കേട്ടോ എറിയുന്നത്. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നാണ് ആൾ എറിയുന്നത്. എത്ര കൊണ്ടില്ലെങ്കിലും ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും അതിലേക്ക് കൊള്ളിക്കും എന്നുള്ള കോൺഫിഡൻസോടെയാണ് ആള് ട്രൈ ചെയ്തത്. ഒരു ചെറിയൊരു ബിൽഡപ്പ് കണ്ടിട്ട് വരാം. ஹீரோ தோத்துட்டானா? தோத்துட்டான். அடுத்து என்ன பண்ண போறாங்க ஹீரோ? இல்லை கிவ் அப்? കളിയൊക്കെ കഴിഞ്ഞപ്പോ നല്ല പോലെ വിശക്കാൻ തുടങ്ങി എല്ലാവർക്കും. പിന്നെ എല്ലാരും വേഗം ഫുഡ് കഴിക്കാൻ പോയി. പിള്ളേർക്ക് ഓൾറെഡി ഞങ്ങൾ കൊടുത്തതാണ് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആളാണ് ഈ വരുന്നത്, സനു ഭരണാട്ടോ. ഇത് ഫുള്ള് ഉണ്ടാക്കിയത്. നെയ്ച്ചോറ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, സലാഡ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സെർവ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടാണ് ആള് സെർവ് ചെയ്യുന്നത്. കുറച്ച് ഹൈറ്റ് കൂടി പോയി, അതുകൊണ്ട് ഞാൻ സോഫയിൽ ഇരിക്കാന്ന് പറഞ്ഞ ചേച്ചി മാറിയിരിക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് പിന്നെ മൂപ്പന്റെ കല്യാണ വീഡിയോ ആണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ടിവിയില്. അപ്പഴേ രസം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പറ. ഫുഡ് കഴിച്ചതും പിന്നെ ഇവര് കളി തുടങ്ങി. പിള്ളേരുടെയും കാട്ടും കഷ്ടമാണ് ഈ വലിയവന്റെ കാര്യം. കുട്ടുവാന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വീഡിയോ തന്നെ പ്ലേ ചെയ്ത് കണ്ടു. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വിട പറയുകയാണ്. ഈ മറ്റൊരു കൂടാരത്തിലേക്ക് ഞങ്ങൾ ചേക്കേറുകയാണ്. ഞങ്ങൾ എല്ലാരും കൂടി അവിടെ അടുത്ത് തന്നെ ഒരു എക്സിബിഷൻ ഉണ്ട് പറഞ്ഞപ്പോ അത് കാണാൻ വേണ്ടി പോയി. അവിടെ എത്തിയപ്പോ നല്ല തിരക്കായിരുന്നു. എങ്ങനെ അതിന്റെ ഉള്ളിൽ കയറുന്നില്ല ഡൗട്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ക്യൂവിൽ നിന്ന് ആ ടിക്കറ്റ് വാങ്ങിച്ചു. ഒരാൾക്ക് 150 rupees ആയിരുന്നു. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര മാത്രം തിരക്ക്. നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം തന്നെ അകത്ത് കയറിയപ്പോ കൂട്ടിനകത്ത് അടയ്ക്കാത്ത ഫ്രീ ബേർഡ്സിനെയാണ് ഞങ്ങൾ കണ്ടത്. നല്ല രസമായിരുന്നു ആ പക്ഷികളെ കാണാൻ വേണ്ടി. അവിടെ പല തരത്തിലുള്ള പല കളേഴ്സിലുള്ള ബേർഡ്സ് ആയിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ.
പക്ഷെ തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല, അതുപോലെ തിരക്കായിരുന്നു. ബേർഡ്സിനെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ റോബോട്ടിനെ കാണാനായിരുന്നു. എന്താണെന്നൊന്നും മനസ്സിലായില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ഫുള്ള് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരുന്നു. ആൾക്കാരൊക്കെ പേടിച്ചോടുന്നുണ്ട്. അപ്പൊ എന്താന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ റോബോട്ടിനെ കണ്ടത്. കുറെ ആൾക്കാർ പിടിക്കാനൊക്കെ നോക്കണ്ടായിരുന്നു. പക്ഷെ പിടിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. കുട്ടികളൊക്കെ കുറെ ബാക്കിൽ ഓടുന്നുണ്ടായിരുന്നു അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്ത് സിമ്പിള്, ഞാനിപ്പൊ അതിനെ പിടിച്ചു തരാന്നും പറഞ്ഞിട്ടാണ് സനുവേടം പോയത്. ഇത് പിടിക്കുകയും ചെയ്തു കേട്ടോ. അതിനെ ഒന്ന് കൈ കിട്ടിയപ്പോ ആള് ഹാപ്പി. റോബോട്ടിനെയൊക്കെ കണ്ട് പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോ അവിടെ ആ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പൂന്തോട്ടമാണ്. വലിയ വലിയ ഫ്ലവേഴ്സ് ഒക്കെ അവർ നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്, എന്നാലും ഓക്കെ, എല്ലാം കൂടി നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ അവിടെ ബട്ടർഫ്ലൈ കാര്യങ്ങൾ അങ്ങനെ കുറെ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് അവര് അതിൽ കൊടുത്തിട്ടുണ്ട്. സോ നല്ല രസമാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെടും. ഒരു പൂന്തോട്ടത്തിന്റെ ഉള്ളിൽ പോയ ഒരു ഫീലിംഗ് കിട്ടും. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് മത്സ്യകന്യകന്റെ അടുത്തേക്കാണ്. ഇച്ചൂസിനാണെങ്കിൽ അവനെ ഒന്ന് ടച്ച് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ ഇച്ചൂസിനെ ഇങ്ങ് അടുത്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാന്ന് വിചാരിച്ചു. കണ്ട എന്തൊരു തിരക്കാന്നറിയോ, അടുത്ത് പോവാനേ പറ്റുന്നില്ലായിരുന്നു. ഫൈനലി ഞങ്ങൾ ഇച്ചൂസിന്റെ ആഗ്രഹം പോലെ ഇച്ചൂസിനെ അടുത്ത് കൊണ്ടുവന്നു. അവൾക്കൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട്. അവൾക്ക് ബായ് ഒക്കെ പറഞ്ഞു. അവള് നല്ല ഹാപ്പി ആയി ആള്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗ്ലാസ് ടണൽ അക്വേറിയം കാണാനാണ്. അയ്യോ നല്ല രസമായിരുന്നു കേട്ടോ. വെറൈറ്റി കളറിലെ ഫിഷസ് ആയിരുന്നു. സോ അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ അവിടെയും തിരക്കാണ് ഞങ്ങളെ ചതിച്ചത്. റഷ് അത്രയ്ക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് അങ്ങനെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. കുറച്ചു നേരം കണ്ട് പെട്ടെന്ന് മൂവ് ആവുകയും ചെയ്യണമായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് സ്കൂബ ഡൈവ് ചെയ്യുന്ന ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ ഞങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടി കുറെ പോസസും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു കേട്ടോ. കുട്ടികളൊക്കെ ഫിഷിനെ ടച്ച് ചെയ്യുന്ന കണ്ടപ്പോ ഇച്ചൂസിനും ഒരാഗ്രഹം, എനിക്കും ടച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഇച്ചൂസിനെയും ടച്ച് ചെയ്യാൻ ഞങ്ങൾ അടുത്തോട്ട് കൊണ്ടുപോയിട്ടോ. ഇച്ചൂസിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇച്ചൂസ് അവിടെ നിന്ന് വരുന്നേ ഇല്ലായിരുന്നു. അവൾക്ക് ആ ഡിഫറെന്റ് കളേഴ്സ് മീൻ കണ്ടപ്പോൾ അത് നല്ലപോലെ അത് ഇഷ്ടപ്പെട്ടു. ആ കളേഴ്സ് നോക്കിക്കൊണ്ടേ നിൽക്കണ്ടായിരുന്നു ആള്.
അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നിറയെ ഷോപ്സ് ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഒന്നും നോക്കാനോ വാങ്ങാനോ ഒന്നും പറ്റിയില്ല. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോഴാണ് ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നത്. പിന്നെ കുറെ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ നേരെ കളിക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ പറ്റിയ കുറെ ഐറ്റം ഉണ്ടായിരുന്നു. ഇച്ചൂസ് ആണെങ്കിൽ അത് ഏതിൽ കയറണമെന്ന് നോക്കി നടക്കുകയാണ് ആള്. ഞാൻ മോർണിംഗ് വീട്ടിൽ പോയപ്പോ കുഞ്ഞുവാവന്റെ ടോയ് പൊട്ടിച്ചായിരുന്നില്ലേ, അതുപോലത്തെ ഒരു ടോയ് ഞാൻ കണ്ടു. അപ്പൊ ആ കുഞ്ഞുവാവയ്ക്ക് ആ ടോയും വാങ്ങിച്ച് ഞങ്ങൾ ഇച്ചൂസിന് ഏത് റൈഡിൽ കയറ്റാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് നടക്കുന്നത്. ഇച്ചൂസിന് എല്ലാ റൈഡിലും കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവള് കുറെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം ഇല്ലായിരുന്നു. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയി. ഇനിയും എല്ലാത്തിലും കയറാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല. ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഗെയിമിൽ പെട്ടെന്ന് കയറ്റിയിട്ട് വീട്ടിൽ പോകാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് സനൂപേട്ടനും ശ്രീയും കൂടി ഇത് റൈഡിൽ കയറിയത്. ഇച്ചൂസിനോട് ആ റൈഡിൽ കയറണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട അമ്മ, എനിക്ക് ഇത് പേടിയാണ്, എനിക്ക് വേറെ റൈഡിൽ കയറിയാൽ മതി. അത്ര ഹൈറ്റ് ഒക്കെ കണ്ടപ്പോൾ ആൾക്ക് പേടി, പിന്നെ ആൾ ആ റൈഡിൽ കയറിയില്ല. അവര് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇച്ചൂസിനെ വേറെ എവിടെയെങ്കിലും കളിക്കാൻ വിടാന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ ഇച്ചൂസിനെ കളിക്കാൻ വിട്ടത്. അവൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ബോൾസ് കാര്യങ്ങളൊക്കെ. ഇച്ചൂസ് കുറെ നേരം അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. സനൂപേട്ടനും ശ്രീനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെവിടെ ആയൊക്കെ പറഞ്ഞിരിക്കുകയല്ലാതെ താഴോട്ട് വരണില്ല. പിന്നെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ താഴോട്ട് വന്നത്. ശ്രീക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ. അപ്പോഴാണ് അവളുടെ അച്ഛൻ ഇച്ചൂസിന്റെ ടോയിനെയും പിടിച്ച് തിരിച്ച് അതിനെയും പൊട്ടിച്ച് താഴെ ഇട്ടോ ആള്. പിന്നെ ഞങ്ങൾ അവരോടൊക്കെ ബൈ പറഞ്ഞു പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. See you, bye bye. Bye bye bye.